മുംബൈയിൽ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ പിടിയിൽ. മധ്യപ്രദേശിൽ നിന്നാണ് പിടിയിലായത്. എന്നാൽ ഇയാളെ തന്നെയാണോ ആക്രമി എന്ന കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല. മുംബൈ പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സുരക്ഷാ സേനയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷ്ണു, ആദ്യം തന്നെ ഈ സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെ ജോലിക്കാർ ഈ പ്രതിയെ സഹായിച്ചിരുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ പോലീസിന് ഉണ്ടായിരുന്നു. അത്തരം സംശയങ്ങളുമായി ഇപ്പോഴും പോലീസ് മുന്നോട്ട് പോകുന്നുണ്ടോ? ഇപ്പോൾ പിടിയിലായ പ്രതി അത് അക്രമി തന്നെയാണോ എന്നൊരു സംശയം കൂടി പോലീസിനുണ്ടല്ലേ? ദേവിക, മുംബൈയിൽ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ ആക്രമിച്ച കേസിൽ മുംബൈ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം പുരോഗമിക്കുകയാണ്. ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ നിരവധി സംശയങ്ങൾ, ചോദ്യങ്ങൾ ഈ അതിക്രമവുമായി ബന്ധപ്പെട്ട സെയ്ഫ് അലി ഖാനെ വീട്ടിൽ വെച്ച് കുത്തേറ്റതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള സെക്യൂരിറ്റി ജീവനക്കാരും മറ്റ് വീട്ടുജോലിക്കാരും ഉൾപ്പെടെ ഉള്ള വീട്ടിൽ അതിന്റെ ഈ സെയ്ഫ് അലി ഖാൻ ഉൾപ്പെടെ കുടുംബം താമസിക്കുന്ന ഫ്ലോറിലേക്ക് എങ്ങനെ അക്രമി എത്തി, അക്രമിക്ക് എവിടെ നിന്നാണ് ഈ കെട്ടിടത്തിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത് എന്ന ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീട്ടുജോലിക്കാരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. വീട്ടുജോലിക്കാരെ ഇതിനോടകം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്നുള്ളത് ഈ അക്രമിയെ നിലവിൽ മുംബൈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും തന്നെ പോലീസ് നൽകിയിട്ടില്ല. ഇന്നലെയും ഇതിന് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷെ അയാളെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു. ഇന്നിപ്പോൾ മധ്യപ്രദേശിൽ നിന്നാണ് അക്രമിയെ പിടികൂടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും മുംബൈ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു വ്യക്തത ഉണ്ടാവുക. നിലവിൽ മുംബൈ ലീലാവതി ആശുപത്രിയിൽ തുടരുന്ന സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. ദേവിക.